ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഗോണാങ്കിയത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി സ്ട്രക്ചർ ഓഫ് മെഡൂസേനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. മെഡൂസ എന്ന് പറയുന്നത് സ്മോളാണ്, സോളിറ്ററി ആണ്, ഫ്രീ സ്വിമ്മിങ് ആൻഡ് പെലാജിക് സെക്ഷുവൽ സൂയിറ്റ്സ് ആണ്. ഒരു മെഡൂസയിൽ ഇറ്റ് ഹാസ് എൻ അംബ്രല്ല ലൈക്ക് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഗലാറ്റിനസ് ബോഡി. ദ ബോഡി ഹാസ് എ കോൺവെക്സ് അപ്പർ ഓർ എബോറൽ സൈഡ് ഉണ്ട്, അതിൻ്റെ പേര് എക്സ് അംബ്രല്ല സൈഡ്, ആൻഡ് കോൺകേവ് ലോവറൽ ഓറൽ സൈഡ്, അതിൻ്റെ പേര് സബ് അംബ്രല്ല സൈഡ് എന്നാണ്. Okay, the whole margin of the umbrella bears an inwardly projection circular shelf or ridge called velum or craspedon. So, Obelia medusa is a craspedon medusa. Okay, hanging down from the margin of the umbrella, there are numerous solid and filiform tentacles called marginal tentacles. ഓരോ ടെൻറ്റാക്കിൾസിലും 3 പാർട്സ് ഉണ്ട്, നെയിംലി എ swollen base called bulb, a fluid filled vesicle below the bulb and a long terminal part. ബൾബിൽ എന്തുള്ളതെന്ന് നോക്കാം. ബൾബ് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് undifferentiated interstitial cells. These cells constantly transform to nematocytes which migrate to the distal parts of the tentacles. ഒരു യങ് ആയിട്ടുള്ള മെഡൂസയിൽ ദർ വിൽ ബി 8 or 16 മാർജിനൽ ടെൻറ്റാക്കിൾസ്. ദ നമ്പർ ഗ്രാജുവലി ഇൻക്രീസസ് ആസ് ഗ്രോത്ത് പ്രൊസീഡ്സ്. ഇനി സെൻറ്റർ ഓഫ് ദ സബ് അംബ്രല്ല എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് ഹാങ് ചെയ്യുന്ന സംഭവത്തിൻ്റെ പേരാണ് ഹോളോ മാനുബ്രിയം. ഹാങ്ങിങ് ഡൗൺ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സബ് അംബ്രല്ല ഇസ് ദ ഹോളോ മാനുബ്രിയം. മൗത്ത് സീൻ ഇറ്റ്സ് ദ ഫ്രീ ടിപ്പാണ്. മൗത്ത് സീൻ അറ്റ് ഇറ്റ്സ് ഫ്രീ ടിപ്പ്, യൂഷ്വലി guarded by 4 oral laws. Mouth leads to the gastrovascular cavity, which is modified into a few ciliated spaces and canals. Following the mouth is the tubula manubrial cavity or gullet that occupies the manubrium. It ends in an inflated sac called gastric cavity or enteric cavity. Leading out from this are 4 ciliated radial canals. They run to the margin of the umbrella and join a ciliated circumferential canal called circular canal or ring canal. Gastrovascular spaces and canals are mainly concerned with the digestion, circulation and distribution of food. ഇനി മെഡൂസയുടെ സിമ്മട്രി എങ്ങനെയാണെന്ന് നോക്കാം. മെഡൂസയുടെ സിമ്മട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമ്മട്രിയാണ്. ഇറ്റ്സ് 4 റേഡിയൽ കനാൽസ് മാർക്ക് ഔട്ട് ദ 4 പ്രിൻസിപ്പൽ റേഡിയൈ known as per radii or primary radii. The axis halfway between 2 adjacent per radii is known as inter radius or secondary radius. The axis between a per radius and the adjacent inter radius is known as ad radius or tertiary radius. അതേപോലെ തന്നെ ആക്സിസിൻ്റെയും ആഡ് റേഡിയസിൻ്റെയും ഇടയിലുള്ള ഇതിനെ പറയുന്നത്, അതേപോലെ തന്നെ ഒരു അഡ്ജസൻറ്റ് ഇൻറ്റർ ഓർ പെർ റേഡിയസിനെ പറയുന്ന പേരാണ് സബ് റേഡിയസ് ഓർ ക്വാട്ടർണറി റേഡിയസ്. Thus in a medusa there are 4 per radii, 4 inter radii and 8 ad radii and 16 sub radii. അതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, വരച്ച് കാണിച്ചു തരുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ. എന്തായാലും ഇത്ര മനസ്സിലാക്കുക, ഒരു മെഡൂസയിൽ 4 പെർ റേഡിയയും 4 ഇൻറ്റർ റേഡിയയും 8 ആഡ് റേഡിയയും അതേപോലെ തന്നെ 16 സബ് റേഡിയയും പ്രസൻ്റാണ്. ഓക്കെ, ഇനി സ്റ്റാറ്റോസിസ്റ്റ് ഓഫ് മെഡൂസ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. മെഡൂസയ്ക്ക് ഹാസ് ക്യാരക്ടറിസ്റ്റിക് മാർജിനൽ സെൻസറി സ്ട്രക്ചേഴ്സ്. അതിൻ്റെ പേരാണ് സ്റ്റാറ്റോസിസ്റ്റ് ഓർ ലിത്തോസിസ്റ്റ്. അത് 8 എണ്ണം കാണപ്പെടും. ദേ ആർ 8 in number, located at the bases of the 8 ad radial tentacles. A statocyst consists of a fluid-filled sac known as marginal vesicle. It encloses a calcareous constriction called statolith or otolith. Otolith is secreted by specialized epidermal cell known as lithocyte or otolith cell. In the wall of the marginal vesicle there are patches of sensory hair cells. Their sensory hairs or processes arc over the statolith. പിന്നെ സ്റ്റാറ്റോസിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ മെയിൻലി കൺസേൺ വിത്ത് ദ ഇക്വിലിബ്രിയം ആൻഡ് മസ്കുലർ കോർഡിനേഷൻ എസെൻഷ്യൽ ഫോർ ആക്റ്റീവ് സ്വിമ്മിങ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഈ മെഡൂസയുടെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറയാം. മെഡൂസ എന്ന് പറയുന്നത് ഗോണോക്രോണിക് അഥവാ ഡൈഷ്യസ് ആണ്. സോ ദർ ആർ മെയിൽ മെഡൂസ ആൻഡ് ഫീമെയിൽ മെഡൂസ. അതുകൊണ്ട് തന്നെ അതിൽ മെഡൂസ മെയിലും ഫീമെയിലും കാണപ്പെടും. ഗോണാറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്, 4 in നമ്പറാണ്, 4 in number ആൻഡ് പെർ റേഡിയൽ ഇൻ പൊസിഷൻ ആണ്. ഈച്ച് ഓഫ് ദം ഹാസ് ഔട്ടർ എപ്പിഡെർമൽ ആൻഡ് ഇന്നർ എൻഡോഡെർമൽ കവറിങ്സ്.
ഈ കവറിങ്സിൻ്റെ ഇടയിൽ in between these coverings is a mass of interstitial cells which differentiate to gametes. മെഡൂസ ആക്റ്റീവായിട്ട് സ്വിം ചെയ്യും, ഫീഡിങ് അപ്പോൺ സ്മോൾ പെലജിക് ഓർഗാനിസം. ഇതിൻ്റെ ഇടയിൽ അത് ഫീഡ് ചെയ്യും. എന്ത് ഫീഡ് ചെയ്യും? സ്മോൾ പെലജിക് ആയിട്ടുള്ള ഓർഗാനിസംസ്. ഇറ്റ് സ്വിമ്മിങ് മൂവ്മെൻറ്റ്സ് ആർ ബ്രോട്ട് അബൌട്ട് ബൈ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻസ് ഓഫ് ദ ബോഡി ബൈ മസ്കുലാർ ആക്ടിവിറ്റി. ഓക്കെ. ടെൻഡാക്കിൾസ് ആർ എംപ്ലോയ്ഡ് ഫോർ ഫുഡ് ക്യാപ്ചർ ആൻഡ് ഇൻജെഷൻ. ഡൈജഷൻ ഇസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാറുമാണ്, അതേപോലെ തന്നെ ഇൻട്രാ സെല്ലുലാറുമാണ്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് ഇൻ ദ ഗാസ്ട്രോ വസ്കുലാർ കാവിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോഡെർമൽ ഗ്ലാൻഡ് സെൽസ്. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ഒക്കേഴ്സ് മെയിൻലി ഇൻ ദ മാനുബ്രിയൽ കാവിറ്റി, ഗാസ്ട്രിക് കാവിറ്റി ആൻഡ് ടെൻറ്റാക്കുലർ ബൾസ്. ഈ കേസിൽ സം അമീബോയ്ഡ് ആൻഡ് ഫാഗോസൈറ്റിക് എൻഡോഡെർമൽ സെൽസ് ഇൻജസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ദ ഫുഡ്. ഓക്കെ, ഇനി നമുക്ക് പോളിപ്പും മെഡൂസയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ പോളിപ്പ് എന്ന് പറയുന്നത് സെഡൻറ്ററി, അത് ഇമ്പോർട്ടൻ്റ് ആട്ടെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പോളിപ്പിൻ്റെ കേസിൽ സെഡൻറ്ററി ആൻഡ് ഫിക്സ്ഡ് ആൻഡ് വെരി റയർലി ഫ്രീ സ്വിമ്മിങ് ആണ് എന്ത് പോളിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ മെഡൂസ നേരെ ഓപ്പോസിറ്റ്, ദേ ആർ ഫ്രീ സ്വിമ്മിങ്, മൂവ്സ് അബൌട്ട് ബൈ റിതമിക് പൾസേഷൻസ് ഓഫ് ദ ബോഡി. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പോളിപ്പിലെ ബോഡി സിലിണ്ട്രിക്കലും എലോങ്ങേറ്റഡുമാണ്, പക്ഷേ മെഡൂസയിലെ ബോഡി അംബ്രല്ല ലൈക്ക് ഓർ കപ്പ് ഷേപ്ഡ് ആണ്. പിന്നെ പോളിപ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദ ബോഡി ഡയറക്റ്റഡ് ഡൗൺവാർഡ് ആൻഡ് മൗത്ത് ആൻഡ് മാനുബ്രിയം അപ്വാർഡ്. പക്ഷേ മെഡൂസയിൽ ബേസ് ഡയറക്റ്റ് അപ്വാർഡാണ് ആൻഡ് മൗത്തും മാനുബ്രിയം ഡൗൺവാർഡാണ്. ഓക്കെ, പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് പോളിപ്പിൻ്റെ കേസിൽ മൗത്ത് സർക്കുലാറാണ്, മെഡൂസയിലോ മൗത്ത് റെക്റ്റാങ്കുലാറാണ്. പിന്നെ വരുമ്പോൾ പോളിപ്പിൽ മിസോഗ്ലിയ പൂവർലി ഡെവലപ്ഡ് ആണ്, പക്ഷേ മെഡൂസയിൽ മിസോഗ്ലിയ മാസീവ് ആൻഡ് ബൾക്കിയാണ്. പിന്നെ പോളിപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സീലൻഡ്രോൺ അൺസ്പെഷ്യലൈസ്ഡ് ആണ്, മെഡൂസയിൽ സീലൻഡ്രോൺ സ്പെഷ്യലൈസ്ഡ് ഇൻ ടു മാനുബ്രിയൽ ആൻഡ് ഗാസ്ട്രിക് കാവിറ്റീസ് ആൻഡ് റേഡിയൽ ആൻഡ് സർക്കുലർ കനാൽസ്. പിന്നെ പോളിപ്പിൽ വീലം ആബ്സെൻ്റ് ആണ്, പക്ഷേ മെഡൂസയിൽ വീലം പ്രസൻ്റ് ആണ്. പിന്നെ പോളിപ്പിൽ സിമ്പിൾ നെർവ് ലൊക്കേറ്റഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് മീസോഗ്ലിയ, പക്ഷേ മെഡൂസയിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നെർവ് നെറ്റ് വിത്ത് ഡബിൾ സർക്കുലർ നെർവ് റിങ്സ്. പിന്നെ പോളിപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെൻസറി റിസപ്റ്റേഴ്സ് ആബ്സെൻ്റ് ആണ് പോളിപ്പിൽ, പക്ഷേ മെഡൂസയിൽ മാർജിനൽ റിസപ്റ്റേഴ്സ് പ്രസൻ്റ് ആണ്. പോളിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗാസ്ട്രോസൂയിഡ് വിത്തൗട്ട് ഗോണാഡ്സ്, പക്ഷേ മെഡൂസ എന്ന് പറയുന്നത് ഗോണോസൂയിഡ് ആണ് വിത്ത് ഗോണാഡ്സ്. വിത്തൗട്ട് ഗോണാഡ്സ് ആണ് പോളിപ്പിൽ, ഇറ്റ്സ് ഗാസ്ട്രോസൂയിഡ് വിത്തൗട്ട് ഗോണാഡ്സ്, പക്ഷേ മെഡൂസ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോണോസൂയിഡ് വിത്ത് ഗോണാഡ്സ്. ഓക്കെ, പിന്നെ പോളിപ്പ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി ആണ് ബൈ ബഡ്ഡിങ്, പക്ഷേ മെഡൂസ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി ആണ് ബൈ സിംഗാമി. ഓക്കെ, ഇനി ഒബീലിയയുടെ റീപ്രൊഡക്ഷനും ഡെവലപ്മെൻറ്റും ലൈഫ് സൈക്കിളിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒബീലിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി ആണ്. ഓക്കെ, അപ്പോൾ പോളിപ്പോയിഡ് കോളനി റീപ്രൊഡ്യൂസസ് സെക്ഷലി ബൈ ബഡ്ഡിങ് ആൻഡ് ദ മെഡൂസ റീപ്രൊഡ്യൂസസ് സെക്ഷലി ബൈ സിംഗാമി, ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ. അപ്പോൾ ദ ഹോൾ കോളനി ഈസ് ഫോംഡ് ഫ്രം എ സിംഗിൾ ഇനീഷ്യൽ പോളിപ്പ് കോൾഡ് ഹൈഡ്രുല. ഹൈഡ്രുലയിൽ നിന്നാണ് ഈ ഹോൾ കോളനി ഫോം ചെയ്യുന്നത്. ഓക്കെ, Hydrilla develops a budding stolon or hydrohyza and buds out several hydrocolli which in turn bud hydrants and gonangia. Gonangia എന്ത് ചെയ്യും? ഇറ്റ് അണ്ടർഗോ ബഡ്ഡിങ് ആൻഡ് ഗീവ് റൈസ് ടു മെഡൂസെ. ബഡ്ഡിങ് അണ്ടർഗോ ചെയ്തിട്ട് മെഡൂസയ്ക്ക് ജന്മം കൊടുക്കും. സംടൈംസ് സം ഗൊണാങ്കിയ ബഡ്സ് ബ്രേക്ക് ഓഫ് ഫ്രം ദ കോളനി, സെറ്റിൽ ഡൗൺ, അണ്ടർഗോ ബഡ്ഡിങ് ആൻഡ് ഫോം ന്യൂ കോളനീസ്. ഈ മെച്യൂർ ആയിട്ടുള്ള മെഡൂസെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യും. സ്പേംസ് ഫ്രം മെയിൽ മെഡൂസെ ആൻഡ് ഓവ ഫ്രം ഫീമെയിൽ മെഡൂസെ ആർ ഡിസ്ചാർജ് ടു ദ സറൗണ്ടിങ് സീ വാട്ടർ. മനസ്സിലായില്ലേ? അപ്പോൾ മെയിൽ മെഡൂസയിൽ നിന്ന് സ്പേംസും ഫീമെയിൽ മെഡൂസയിൽ നിന്നും ഓവമും സറൗണ്ടിങ് സീ വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടും. മോസ്റ്റ് കോമൺലി, വളരെ കോമൺ ആയിട്ട് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഓപ്പൺ വാട്ടറിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കാറുള്ളത്. ബട്ട് ഒക്കേഷണലി, ചില സമയത്ത് സ്പേംസ് മേ റീച്ച് ദ ഫീമെയിൽ മെഡൂസെ ത്രൂ ഇൻകമ്മിങ് വാട്ടർ കറൻസ് വഴി സ്പേംസ് ഫീമെയിൽ മെഡൂസയുടെ അടുത്തെത്തും.
ആ കേസിൽ ഫെർട്ടിലൈസേഷൻ മേ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ഫീമെയിൽ മെഡുസൈൻ. ആ കേസിൽ എന്താവും, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ് സംഭവിക്കുക. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം സൂൺ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് അണ്ടർഗോസ് ഹോളോബ്ലാസ്റ്റിക് ആൻഡ് ഈക്വൽ ക്ലീവേജ് അണ്ടർഗോ ചെയ്യും. എന്ത്, ഫെർട്ടിലൈസേഷൻ നടന്നതിന് തൊട്ട് ശേഷം തന്നെ സൈഗോട്ട് ഇങ്ങനെ ചെയ്യും. ദ റിസൾട്ടിങ് ബ്ലാസ്റ്റോമേഴ്സ്, അതിൽ റിസൾട്ട് ചെയ്യുന്ന ബ്ലാസ്റ്റോമേഴ്സ് ഇനീഷ്യലി ഫോം എ സോളിഡ് ബോൾ കോൾഡ് മുറുല. മുറുല എന്ത് ചെയ്യും, അണ്ടർഗോസ് ബ്ലാസ്റ്റുലേഷൻ. ഈ സമയത്ത് ഡ്യൂറിങ് ദിസ് എ ഫ്ലൂയിഡ് ഫിൽ സെൻട്രൽ കാവിറ്റി അവിടെ അപ്പിയർ ചെയ്യും, ഇൻസൈഡ് മുറുലയിൽ അപ്പിയർ ചെയ്യും. അതിൻ്റെ പേരാണ് ബ്ലാസ്റ്റോസീൽ. അതിനുശേഷം നൗ സെൽസ് ഗെറ്റ് അറേഞ്ച്ഡ് അറൗണ്ട് ഇറ്റ് ഇറഗുലർലി ഫോമിങ് എ ഹോളോ ബോൾ ഓഫ് സെൽസ് കോൾഡ് സീലോബ്ലാസ്റ്റുല. Blastulation is followed by gastrulation, which involves a mass migration and rearrangement of cells and the disappearance of blastocele. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഒരു സോളിഡ് ഗാസ്ട്രുല കോൾഡ് സ്റ്റീരിയോഗാസ്ട്രുല ഫോം ചെയ്യും. അതിനുശേഷം ഗാസ്ട്രുല ഇലോങ്ങേറ്റ് ചെയ്തിട്ട് സീലിയേറ്റഡ് ആവും. ഇവൻച്വലി ഇറ്റ് ട്രാൻസ്ഫോംസ് ടു എ സീലിയേറ്റഡ് ഫ്രീ സ്വിമ്മിങ് പാലാജിക് ലാർവ. അതിൻ്റെ പേരാണ് പ്ലാനുല. പ്ലാനിലേക്ക് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് വളരെ ചെറിയ ഷോർട്ട് പീരീഡാണുള്ളത് ഫോർ ഫ്രീ സ്വിമ്മിങ് ലൈഫ്. ഓക്കെ, ദെൻ ഇറ്റ് സെറ്റിൽസ് ഡൗൺ. അതിനുശേഷം അത് സെറ്റിൽ ഡൗൺ ചെയ്യും. അറ്റാച്ചസ് ടു എ സ്യൂട്ടബിൾ ഒബ്ജെക്റ്റ് ഇലോങ്ങേറ്റ്സ് ആൻഡ് ലോസസ് ഇറ്റ്സ് സീലിയറി കവറിങ് സൂൺ. പെട്ടെന്ന് തന്നെ മൗത്തും മാനുബ്രിയും ടെൻഡാക്കിൾസും അപ്പിയർ ചെയ്യും, ഫ്രീ എൻഡിൽ അപ്പിയർ ചെയ്യും. നൗ ഈ സമയത്ത് പ്ലാനുല ട്രാൻസ്ഫോംസ് ടു എ ഹൈഡ്രുല. ഈ സമയത്ത് എന്തായി, പ്ലാനുല ഹൈഡ്രുല ആയിട്ട് മാറി. ഇറ്റ് അണ്ടർഗോസ് റിപ്പീറ്റഡ് ബഡ്ഡിങ് ആൻഡ് ഫോംസ് എ കോളനി. അത് റിപ്പീറ്റഡ് ബഡ്ഡിങ് അണ്ടർഗോ ചെയ്തിട്ട് ഒരു കോളനി ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി മെറ്റാജെനസിസിനെ കുറിച്ച് പറയാം. മെറ്റാജെനസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റാജെനസിസ് എന്ന് പറയുന്നത് ഇസ് എ റെഗുലർ ആൻഡ് സൈക്ലിക് ഓൾട്ടർനേഷൻ ബിറ്റ്വീൻ ഡിപ്ലോയിഡ് അസെക്ഷൽ ആൻഡ് സെക്ഷൽ ജനറേഷൻസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എൻ ഓർഗാനിസം. ദിസ് ഇസ് വെൽ എക്സിബിറ്റഡ് ഇൻ ഒബീലിയ. ഇത് വളരെയധികം ഒബീലിയയിൽ കാണപ്പെടുന്നു. അപ്പോൾ മെറ്റാജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഗുലറും സൈക്ലിക്കും ആയിട്ടുള്ള ഓൾട്ടർനേഷൻ ആണ്. എന്ത് തമ്മിൽ, ഡിപ്ലോയിഡ് അസെക്ഷലും സെക്ഷൽ ജനറേഷൻസും തമ്മിലുള്ള, ഓക്കെ, അതിൻ്റെ ലൈഫ് സൈക്കിൾ തമ്മിലുള്ള. ഓക്കെ, അപ്പോൾ the sexual generation and the life cycle of Obelia is represented by sessile polypoid colony. Sexual generation by the free swimming medusa. The colony reproduces asexually by the budding and produces medusae. Medusae undergo sexual reproduction and form polypoid forms, which by repeated budding forms colonies. ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മെറ്റാജെനസിസിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി ഫൈലം. ഇപ്പോൾ നമ്മൾ ഈ ടൈപ്പ് സ്റ്റഡി ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് നിഡറിയയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. എല്ലാ ക്ലാസ്സും നമുക്ക് പഠിക്കാനില്ല, ടെക്സ്റ്റിൽ കൊടുത്ത് എല്ലാതും പഠിക്കേണ്ട. സെലക്റ്റീവായിട്ട് സിലബസിൽ കൊടുത്തിട്ടുള്ളത് 3 ക്ലാസ്സുകളാണ്. ക്ലാസ് ഹൈഡ്രോസോവ, ക്ലാസ് സ്കൈഫോസോവ ആൻഡ് ക്ലൈസ് ആൻതോസോവയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം ക്ലാസ് ഹൈഡ്രോസോവനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, ക്ലാസ് ഹൈഡ്രോസോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഫ്രഷ് വാട്ടർ അഥവാ മെറൈൻ ആയിട്ടുള്ള ഓർഗാനിസമാണ്. സോളറ്ററി ഓർ കൊളോണിയലാണ്. സെഡൻറ്ററി ഓർ ഫ്രീ സ്വിമ്മിങ് സീലൻഡ്രേറ്റ്സ് ആണ് വിത്ത് പോളിപ്സ് ഓർ മെഡൂസെ ഓർ ബോത്ത് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഓക്കെ, ഹൈഡ്രോസോവ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഫോളോയിങ് ഫീച്ചേഴ്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ടെട്രാമറസ് ഓർ പോളിമറസ് റേഡിയൽ സിമെട്രിയാണ്. ഐഡിയൽ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ വിത്ത് ടിപ്പിക്കലി നോൺ സെല്ലുലാർ മീസോഗ്ലിയ. പിന്നെ പ്രസൻസ് ഓഫ് എൻ ഔട്ടർ പെരിസാർക്കൽ കവറിംഗ് സെക്രീറ്റഡ് ബൈ ദ എപ്പിഡെർമിസ്. സിമ്പിൾ ഗാസ്ട്രോവാസ്കുലർ കാവിറ്റിയാണ്. സ്ട്രോമോഡിയം പ്രസൻ്റ് അല്ല, വിത്തൗട്ട് സ്ട്രോമോഡിയം. ഗാസ്ട്രിക് ഫിലമെൻറ്റ്സ് ആൻഡ് സെപ്റ്റി ഓർ മെസൻഡേറ്റ്സ് ഇതൊന്നും പ്രസൻ്റ് അല്ല. പ്രസൻസ് ഓഫ് പോളിപ്പോയിഡ് ആൻഡ് മെഡൂസോയിഡ് ഇൻഡിവിജ്വൽസ്. പോളിപ്പോയിഡും മെഡൂസയും ഉണ്ടാവും. ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ രണ്ടും വരുന്നതാണ്. മെഡൂസ എന്ന് പറയുന്നത് ടിപ്പിക്കലി ക്രാസ്പെഡോയിറ്റ് ആണ്, പ്രൊവൈഡഡ് വിത്ത് വെലം. ഓക്കെ, വെലം ഉണ്ടാവും. ഒക്കറൻസ് ഓഫ് മെറ്റാജെനസിസ് ഉണ്ട്, കാണുന്നുണ്ട്. വിത്ത് ഡിസ്റ്റിങ്ക്ട് അസെക്ഷൽ പോളിപ്പോയിഡ് ആൻഡ് സെക്ഷൽ മെഡൂസോയിഡ് ഫേസസ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഇതൊക്കെയാണ് ക്ലാസ് ഹൈഡ്രോസോവയുടെ കാര്യത്തിൽ. പിന്നെ വരുന്നത് ഇതിൽ വേറെ കാര്യങ്ങളുണ്ട്. സെക്സ് സെൽസും ഗാമേറ്റ്സും. സെക്സ് സെൽസ് അഥവാ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് എക്ടോഡെർമലാണ് ആൻഡ് ഡിസ്ചാർജ് ഡയറക്ട്ലി ടു ദ ഔട്ട്സൈഡ്. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആവാനാണ് സാധ്യത.
പിന്നെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻവോൾവ് സീലിയേറ്റഡ് ഫ്രീ സ്വിമ്മിങ് പെലജിക് പ്ലാന്റില ലാർവ. അപ്പം നിയർലി 3000 സ്പീഷീസ് ഓഫ് ഹൈഡ്രോസോവൻസ് ആർ നോൺ. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹൈഡ്ര, ഒബീലിയ, ഫൈസാലിയ, പെനേറിയ, ട്യൂബുലേറിയ, സെർട്ടുലേറിയ, പ്ലമുലേറിയ, വെലല്ല, പോപ്പിത്ത, ഹാലിസ്റ്റമാണ്. ഓക്കെ, ഇനി ക്ലാസ് സ്കൈഫോസോയിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ് ഹൈഡ്രോസോവിനെ കുറിച്ചിട്ട് പറഞ്ഞതിൽ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിൽ ഹാലിസ്റ്റമേനെ കുറിച്ചും ഫൈസാലിയനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് എല്ലാ ക്ലാസ്സും പഠിക്കാനുള്ള ക്ലാസ്സുകൾ പറഞ്ഞതിന് ശേഷം പഠിക്കാം. അപ്പോൾ ക്ലാസ് സ്കൈഫോസോവ നോക്കാം. ക്ലാസ് സ്കൈഫോസോവ എന്ന് പറയുന്നത് ലാർജ് സൈസ്ഡ് മെഡൂസോയിഡ് സീലൻഡ്രേറ്റ്സ് ആണ്. ദേ ആർ പോപ്പുലർലി നോൺ ആസ് ജെല്ലി ഫിഷസ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെറൈനും പെലാജിക്കും സോളിറ്ററിയുമാണ്. Polyploid face is absent or reduced and sometimes represented by an asexual form called Hydra tuba or Scyphistoma. It develops directly to adult or gives of medusa by transverse fission. മെഡൂസോയിഡ് ഫേസ് പ്രൊമിനൻ്റ് ആണ്. മെഡൂസ ആർ എക്രാസ്പോഡേറ്റ്. വെലം ഇസ് ആബ്സെൻ്റ് ഓർ റുഡിമെൻ്ററി. അപ്പോൾ ഹൈഡ്രോസോവയിൽ വെലം പ്രസൻ്റ് ആയിരുന്നു, ഇവിടെ വെലം ഇല്ല. അതുകൊണ്ട് തന്നെ മെഡൂസ എക്രാസ്പോഡേറ്റ് ആണ്. പിന്നെ ടെൻഡോക്ലോസൈറ്റ്സ് അഥവാ റൊപ്പാലിയ ആർ ദ ക്യാരക്ടറിസ്റ്റിക് മാർജിനൽ സെൻസറി receptors. Gastrovascular cavity has no stomodium but has gastric tentacles. പിന്നെ മീസോഗ്ലിയ എന്ന് പറയുന്നത് യൂഷ്വലി സെല്ലുലാറും വിത്ത് കണ്ടെയ്നിങ് വാണ്ടറിങ് അമീബോയിഡ് സെൽസ് ആണ്. മെഡൂസോയിഡ് അഡൽട്സ് ആർ ഡൈഷ്യസ് ഈച്ച് വിത്ത് 4 ഗൊണാഡ്സ്. പിന്നെ ഗൊണാഡ്സ് ആൻഡ് സെക്സ് സെൽസ് ആർ എൻഡോഡെർമൽ. സെക്സ് സെൽസ് ആർ ഡിസ്ചാർജ് ടു ദ ഗാസ്ട്രോവസ്കുലർ cavity and not directly to the outside. Around 200 or more species of Scyphosovens are known. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഔറീലിയ, കാഷ്യോപ്പിയ, റൈസോസ്റ്റോമ, ലുസേർണിയ, ഹാലിസ് ക്ലിസ്റ്റസ് ഒക്കെയാണ്. നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് റൈസോസ്റ്റോമേനെ കുറിച്ചിട്ടാണ്. നമുക്കിതും കൂടി അടുത്തതും കൂടി പറഞ്ഞതിന് ശേഷം അതിലേക്ക് കടക്കാം. അടുത്ത വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ആൻതോസോവ അഥവാ ആക്ടിനോസോവ ആണ്. ലാർജസ്റ്റ് സീലൻഡ്രേറ്റ് ആണ്. ലാർജസ്റ്റ് സീലൻഡ്രേറ്റ് ക്ലാസ് ഓഫ് സോളിറ്ററി ഓർ കൊളോണിയൽ മെറൈൻ ഫോംസ് ആണ്. ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓൺലി പോളിപ്പോയിഡ് ഫോംസ് മാത്രമേ ഇതിൽ കാണപ്പെടുന്നുള്ളൂ. മെഡൂസോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ആണ്. സിലിണ്ട്രിക്കൽ ബോഡിയാണ് വിത്ത് ഹെക്സാമറസ്, ഒക്ടാമറസ് ഓർ പോളിമറസ് ബൈറേഡിയൽ ഓർ റേഡിയോ ബയലാറ്ററൽ സിമെട്രി. ഓറൽ എൻഡ് ഇസ് എക്സ്പാൻഡഡ് റേഡിയലി ഫോമിങ് ആൻ ഓറൽ ഡിസ്ക്. പിന്നെ ലൂസ്ലി സെല്ലുലാർ മീസോഗ്ലിയ വിത്ത് വാണ്ടറിങ് അമീബോയിഡ് സെൽസ് ആൻഡ് ബ്രാഞ്ചിങ് മസിൽ ഫൈബേഴ്സ്. പിന്നെ ഒരു ഹോണി എക്സോസ്കെൽറ്റൻ പ്രസൻ്റ് ആണ്. സെക്രീറ്റഡ് ബൈ ദ എപ്പിഡെർമിസ്, ഇസ് പ്രസൻറ്റ് ഇൻ മോസ്റ്റ് ഫോംസ്. ഓക്കെ, പിന്നെ ഗാസ്ട്രോവസ്കുലർ cavityക്ക് it has prominent stomatium at one or both the ends. Stomatium has a ciliated groove known as siphonoglyph. Through this, the dental products pass to the outside. Gastrovascular cavity is divided into a large number of intercommunicating chambers by septae or mesenteries. Most individuals unisexual ആണ്. Gonads endodermal ആണ്. Sex cells are discharged to the coelentron and not directly to the outside. ഇനി ആൻതോസോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സീലൻഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ പോപ്പുലർലി നോൺ ആസ് സീ ആനിമോൺസ്, കോറൽസ്, സീ പെൻസ്, സീ ഫാൻസ് ആൻഡ് സീ ഫെദേഴ്സ്. ഇതിൻ്റെ 6000 സ്പീഷീസ് നോൺ ആണ്. മോർ ദാൻ 6000, 6000-ൽ കൂടുതൽ സ്പീഷീസ് നോൺ ആണ്. മോർ ദാൻ 6000 സ്പീഷീസ് ആർ നോൺ. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒരുപാട് വരുന്നുണ്ട്. ട്യൂബോപോറ, ഗോർഗാണിയ, ടെറോയിഡ്സ്, എഡംസിയ, എഡ്വാർഡ്സിയ, മാഡ്രിപ്പോറ, ഫാവിയ, ഫഞ്ചിയ, സുവാന്തസ്, പെനാറ്റുല, വെർഗുലേറിയ, കവർനുലേറിയ. ഇതൊക്കെ ഉണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ആൻതോസോയിൽ പഠിക്കാനുള്ള എക്സാമ്പിൾസ് എഡംസിയ, സുവാന്തസ്, മാഡ്രിപ്പോറ ഇവയൊക്കെയാണ്. ഒരു ക്ലാസ്സും കൂടി ഉണ്ട് ഇതിൽ. ക്യൂബോസോവ എന്നാണ് പേര്. അവർ സീവാസ്പ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ സിലബസിലില്ല, അതുകൊണ്ട് തന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. അതിൻ്റെ ഓക്കെ ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഇപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള എക്സാമ്പിൾസ് പഠിക്കാനുണ്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വോയിസിൽ പറയാം. ഈ വോയിസ് ഇവിടെ തീരെയാണ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു.